നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡുകളുടെ അവസാനത്തിൽ ബിയാൻ അതികഠിനമായിട്ടുള്ള ജീവിതശൈലിയെല്ലാം കഴിഞ്ഞ് ഹിഡേബിലേക്ക് പോയി ടോർവയെയും കൂട്ടിക്കൊണ്ട് കാത്തഘട്ടിലേക്ക് തിരിച്ചു വരും. പിന്നെ അതിനുശേഷം കാത്തഘട്ടിൽ തണ്ട്രപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിലെ കിങ് ഹെറോൾഡ് വരും. ഈ വന്നവൻ റാഗ്നറുടെ ഹാളിൽ തന്നെ വന്ന് റാഗ്നറുടെ നർക്കാലിൽ വന്ന് എങ്ങനെ ഇരിക്കും. അത് മാത്രമല്ലാതെ ക്യൂൻ ആസ്ലോഗിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ചിരിച്ച് കളിച്ചിങ്ങനെ സംസാരിക്കും. ഇതെല്ലാം റാഗ്നർ കണ്ടിട്ട് നിങ്ങളാരാണ് എന്ന് ചോദിക്കും. ഇതിനുശേഷം ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വൈക്കിംഗ് സീസൺ 4 എപ്പിസോഡ് 5 പ്രോമിസ്ഡ്. തുടക്കത്തിൽ തന്നെ എർലൻഡറിനാണ് കാണിക്കുന്നത്. പാരിസ് ആക്രമിക്കാൻ പോയപ്പോൾ എർലൻഡർ അവരുടെ സൈനികർ ഉപയോഗിച്ചിരുന്ന ക്രോസ്ബോഗ് എന്ന് പറയുന്നൊരു ആയുധം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എർലൻഡർ ആ ആയുധത്തിന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തി അവന് അനുയോജ്യമായതുപോലെ മാറ്റിക്കഴിഞ്ഞു. അതിപ്പോൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കും. ഇപ്പോൾ ആ ആയുധവും നന്നായിട്ട് വിജയിച്ചു. ഇപ്പോൾ ആ ക്രോസ്ബോഗ് ഉപയോഗിച്ച് ദൂരത്തിലുള്ളവരെയും അടിക്കാനായിട്ട് പറ്റും. പഴയതിനേക്കാളും നന്നായിട്ട് വേഗതയുമായി. ഇപ്പോൾ ഇത് ഏൾക്കാൽഫ് കണ്ടിട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, അവരുടെ ആയുധം അവർക്ക് നേരെ തന്നെ നമ്മൾ ഉപയോഗിക്കുമെന്ന് ഫ്രാങ്കുകൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല എന്ന് പറഞ്ഞ് എർലിൻഡറിനെ ഇങ്ങനെ പ്രശംസിക്കും. ഇവിടെ തന്നെ ലഗാത്തിയും അവളുടെ സ്ത്രീ സൈന്യവും ഇങ്ങനെ പരിശീലനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പ കാൽഫ് നമ്മളയച്ച ആ മനുഷ്യനെ ബിയാൻ കൊന്നിട്ടുണ്ടാവും. അപ്പ എർലിൻഡർ കുഴപ്പമില്ല, റാഗ്നറുടെ വീട്ടിൽ തന്നെ നമ്മുടെ കണ്ണുണ്ട്. ബിയാണിനെയും റാഗ്നറുടെയും ബലഹീനത നമുക്ക് ടോർവയെ വെച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഞാൻ അവളുടെ മകനെ കൊല്ലുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ഒരിക്കലും ലഗാത്ത അറിയരുത്. ഇപ്പം ലഗാത്ത ഇങ്ങനെ അടുത്ത് വന്നിട്ട് എന്താണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ചർച്ച? അപ്പ കാൽഫ് ടോർവി ഉപേക്ഷിച്ച് പോയിട്ടും അവളോട് ക്ഷമിച്ചിരിക്കുകയായിരുന്നു പറയായിരുന്നു എർലിൻഡർ. ഹോ അതെയോ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ ലഗാത്ത. ഇത് പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഗർഭിണിയാണെന്ന് പറയും. ഇത് കേട്ടത് നല്ല സന്തോഷത്തിൽ കാൽഫ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ ലഗാത്ത, എനിക്കറിയാമായിരുന്നു നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് എന്ന് പറയും. അപ്പം ലഗാത്തയും ഇങ്ങനെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ചിരിക്കും. കാത്തഘട്ടിൽ റാഗ്നർ ബിയാണിനോട് ആരാണ് അവൻ പുതുതായിട്ട് വന്നത്, ഏതൊരു കിങ് ആണെന്ന് പറയുന്നു, തണ്ട്രപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെയാണ് അത്ര. അപ്പ ബിയാൻ എന്നിട്ട് നിങ്ങൾ അത് വിശ്വസിച്ചോ? ഇല്ല, എനിക്കും അത്ര വിശ്വാസമില്ല. എപ്പോൾ റാഗ്നർ നീ എന്താടാ നിന്റെ മകൾ സിഗിയുടെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധയില്ലാത്തത്? എനിക്ക് ശ്രദ്ധയുണ്ടല്ലോ, മറക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവൾ എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പ റാഗ്നർ ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മയിൽ നിന്ന് അകറ്റുന്നത് എന്തിനാടാ എന്ന് പറഞ്ഞ് ടോർവിയെ പറ്റി ഇങ്ങനെ സംസാരിക്കും. അപ്പ ബിയാന് ദേഷ്യം വന്നിട്ട് ഇത് പറയുന്നത് എന്നോട് ആരാണ്? എൻ്റെ അമ്മയിൽ നിന്ന് എന്നെ തട്ടിയെടുക്കാൻ നോക്കിയ ആളല്ലേ നിങ്ങൾ? അപ്പ റാഗ്നർ അതങ്ങനെ ആയിരുന്നില്ല, നിനക്ക് ഓർമ്മയില്ലേ? നിന്റെ അമ്മയാണ് എന്നെ ഉപേക്ഷിച്ച് പോയത്, നീയും എന്നെ ഉപേക്ഷിച്ച് പോയി. ഒരച്ഛനാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഒരു ഭർത്താവാകുക എന്നുള്ളത് അതിലും പ്രയാസമാണ്. ചിലപ്പോൾ രണ്ടിലും ഞാൻ മോശമായിരിക്കാം. അല്ല, ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ പൂർണ്ണമായും പരാജയമാണ്. എപ്പോൾ ബിയാൻ കിങ് ഹെറോൾഡിനോട് പോയിട്ട് നിങ്ങൾക്കൊപ്പം എത്ര കപ്പലുകളുണ്ട്? 20ഓളം കപ്പലുകളും 600ഓളം പോരാളികളും. എൻ്റെ ഒരു ചെറിയ രാജ്യമാണെന്ന് ഞാൻ റാഗ്നറിനോട് പറഞ്ഞിരുന്നു. നിലവിൽ മാത്രം അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരൻ ഹഫ്രണ്ടാണ് അവരെ നയിക്കുന്നത്. അപ്പ ബിയാൻ അയാളും നിങ്ങളെപ്പോലെ തന്നെയാണോ? അല്ല, അവൻ എന്നെ പോലെയല്ല, വളരെ മോശമാണ്, എന്നേക്കാളും വളരെ വളരെ മോശമാണ്. നിങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെയാണല്ലോ ഉള്ളത്. പിന്നെ അത് വേണ്ടേ? ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് തന്നെ നിന്റെ അച്ഛനെ പോലെ പ്രശസ്തനാവാനാണ്. അതല്ലേ വേണ്ടത് ബിയാൻ ഐൻസൈറ്റ് നിനക്കും? അപ്പോൾ ബിയാൻ നിങ്ങൾക്കെന്നെ അറിയില്ല, പിന്നെ പ്രശസ്തനായെന്ന് കരുതി നിങ്ങളുടെ ചെറിയ രാജ്യം വലുതാവാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബിയാൻ അങ്ങനെ പോകും. തുടക്കത്തിൽ തന്നെ ബിയാനും ഈ കിങ് ഹെറോൾഡിനും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നില്ല. എവിടെ വെക്സസിൽ ഇതിനു മുൻപ് കുന്തിനത്തിനെ അവളുടെ മകൻ മാഗ്നസിനെ ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ അടച്ചിട്ടില്ല. ആ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞ് ഡബ്ല്യു എന്ന് പറയുന്ന ഒരാൾ ഇവരുടെ ഒരു സൈനികൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ആ സൈനികൻ കിങ് എഗ്ബത്തിനോടും എത്തുൽഫിനോടും പറഞ്ഞല്ലോ. ആ സൈനികൻ്റെ പേരാണ് വെർഫത്ത്. ഇപ്പം കിങ് എഗ്ബത്ത് മേഴ്സിയെ പിന്നെയും നമ്മുടെ കൈക്കുള്ളിൽ തന്നെ പിന്നെയും വരണമെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. എന്തായാലും യുദ്ധം ചെയ്യുക തന്നെ വേണമെന്ന് തോന്നുന്നു. പക്ഷെ അതിനു മുൻപായിട്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചൊന്ന് നോക്കണം. ഡബ്ല്യു എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റി വേറെ എന്തെങ്കിലും അടയാളം അറിയുമോ, എന്തെങ്കിലുമൊക്കെ അറിയുമോ എന്ന് പറഞ്ഞ് വർഫത്തിനോട് ഇങ്ങനെ ചോദിക്കും. എപ്പോൾ കുന്തനത്ത് ഇതിനുള്ള ഉത്തരം എന്നെ പറയാനായിട്ട് അനുവദിക്കണം ലോർഡ്. രാജ്യത്തിലെ സൈനിക വിഭാഗം അറിയപ്പെടുന്നത് അവരുടെ പടത്തലപതിയുടെ പേരിൻ്റെ ആദ്യ അക്ഷരത്തിലാണ്. ഡബ്ല്യു എന്നത് വിങ്സ്റ്റൺ എന്ന പേരിനെയാണ് സൂചിപ്പിക്കുന്നത്. രാജരക്തമാണ്. മേഴ്സിയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള യുവയോദ്ധാവിൽ ഒരാളാണ് വിങ്സ്റ്റൺ. വിങ്സ്റ്റണിന് മേഴ്സിയിലുള്ള റിബൽ നോബൽസിന് ഒട്ടും ഇഷ്ടമല്ല. അവൻ്റെ ചിന്താഗതികളും എല്ലാം വ്യത്യസ്തമാണ്.
ഇപ്പോൾ ഇത് കേൾക്കുന്ന കിങ് ഏല നിങ്ങൾക്ക് അവനെ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കും. ഹേ, ഒരിക്കലുമില്ല. അവനെ ആരും വിശ്വസിക്കരുത്. അവൻ അവൻ്റെ സ്വയലാഭത്തിന് വേണ്ടി ചിന്തിക്കുന്നവനാണ്. ഇപ്പോൾ അവിടെയുള്ള എല്ലാവരും ഒരു തീരുമാനത്തിലെത്തി മേഴ്സിക്കെതിരായിട്ട് പടയെടുക്കാനായിട്ട് പോവാണ്. അതായത് യുദ്ധം ചെയ്യാനായിട്ട്. എത്തിൽ വുൾഫും ഇതിനെല്ലാത്തിനും സമ്മതിക്കും. ഇപ്പോൾ എല്ലാവരും അങ്ങനെ പിരിഞ്ഞു പോകും. അതേ ദിവസം രാത്രിയിൽ എത്തിൽ വുൾഫ് കിടപ്പുമുറിയിൽ അദ്ദേഹത്തിന് തന്നെ സ്വയം ചാട്ടവാറ കൊണ്ട് തല്ലി അങ്ങനെ ശിക്ഷിക്കും. അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ ക്ഷമ ചോദിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ കൊണ്ട് ശിക്ഷിക്കാനായിട്ട് പറ്റില്ല. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തൊരു തെറ്റ് ചെയ്തു എന്ന് എത്തിൽ വുൾഫിനും മനസ്സിലായി. എന്നിട്ട് പറയും, നീ എനിക്കൊപ്പം കിടക്കുക എന്ന് പറയും. അപ്പോൾ ജൂഡിറ്റ് എനിക്ക് പറ്റില്ല എന്ന് പറയും. അപ്പം എത്തിൽ വുൾഫിന് ദേഷ്യം വന്നിട്ട്, അങ്ങനെയാണെന്ന് വെച്ചാൽ നീ എൻ്റെ അച്ഛനൊപ്പം പോയി കിടന്നോ എന്ന് പറഞ്ഞ് അവളെ ഇങ്ങനെ തല്ലാനായിട്ട് കൈയോങ്ങും. പക്ഷെ തല്ലില്ല. അപ്പോൾ ജൂഡിറ്റ് പറയും, നിങ്ങൾക്ക് എന്നെ തല്ലിയാലേ സന്തോഷം കിട്ടുമെങ്കിൽ എത്ര വേണമെങ്കിലും തല്ലിക്കോ. നിങ്ങൾ എനിക്ക് പേരിന് മാത്രമാണ് ഒരു ഭർത്താവ്, നേരെ തിരിച്ചും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ജീവിക്കാമെന്ന് പറയും. അപ്പം എത്തിൽ വുൾഫ് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പോകും. അപ്പം തന്നെ ജൂഡിറ്റ് കിങ് എഗ്ബത്തിൻ്റെ മുറിക്കുള്ളിലോട്ട് പോകും. എന്നിട്ട് ഈ സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറയും. അതായത് എത്തിൽ വുൾഫിനും നമ്മൾ രണ്ടുപേരുടെ ബന്ധം എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞ് പറയും. അപ്പം തന്നെ ഇത് കേട്ടത് കിങ് എഗ്ബത്ത് അദ്ദേഹത്തിൻ്റെ മുറിക്കുള്ളിൽ ഒരു ഡ്രോയർ അങ്ങനെ തുറക്കും. അതിൻ്റെ ഉള്ളിൽ ഒരു മോതിരമുണ്ട്. ഇതെൻ്റെ ഭാര്യയുടെ മോതിരമാണ്. അവൾ പ്രസവത്തോടെ മരിച്ചു. ആ വേദന എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇനി ഒരിക്കലും മറ്റൊരു വിവാഹമേ ഇല്ലെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇത് നിന്റെ കയ്യിൽ അണിയണമെന്ന് തോന്നുന്നു. നിനക്ക് സമ്മതം ഉണ്ടെങ്കിൽ മതിയെന്ന് പറയും. ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ അച്ഛനും മകനും തമ്മിലൊരു യുദ്ധം വരുമെന്ന് തോന്നുന്നു. ഇവിടെ പാരീസിൽ റോളോ തൻ്റെ ഭാര്യയുടെ കൂടെ നല്ല സന്തോഷത്തിലാണ്. നോർത്ത് മാൻസ് മാത്രം വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ റോളോ വേണം മുന്നിൽ നിന്ന് പാരീസിനെ പ്രതിരോധിക്കാനായിട്ട്. ഇപ്പം ഗിസ്ല പറയും, നോർത്ത് മാൻസ് ആയിട്ട് യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ കൗണ്ട് ഓഡോ മാത്രം മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമാണ്. എനിക്ക് അവനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. അങ്ങനെ കൗണ്ട് ഓഡോ മാത്രം മരിച്ചു കഴിഞ്ഞാൽ പാരീസിൻ്റെ എംപറർ കൗണ്ട് ഓഡോയുടെ പദവി റോളോയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞിങ്ങനെ പറയും. ഇപ്പോൾ എംപറർ ചാർലസിനെ രഹസ്യമായിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് കൗണ്ട് ഓഡോയുടെ വലം കൈയായിട്ടുള്ള റോളൻഡ് വന്ന് പറയും, പ്രഭു എന്നോട് ക്ഷമിക്കണം. എൻ്റെ മേലധികാരിയെ പറ്റിയുള്ള വിവരങ്ങൾ അങ്ങയോട് പറയാൻ എനിക്ക് മടിയുണ്ട്. കൗണ്ട് ഓഡോനെ പറ്റിയാണോ ഈ പറയുന്നത്? അതെ, അങ്ങ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കരുത്. അപ്പോൾ എംപറർ, എന്താ നീ ഇങ്ങനെ പറയുന്നത്? നീ എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം? കാരണം ഇപ്പോൾ അയാൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അയാൾ ഒരു അത്യാഗ്രഹിയാണ്. അതിരുകൾ കടന്ന് പല ആഗ്രഹങ്ങളും ഉള്ളൊരാൾ. അതുകൊണ്ട് തന്നെയാണ് എംപററുടെ കിരീടം ഒരിക്കലും അയാളുടെ തലയിൽ ഉറച്ചിരിക്കില്ല. അപ്പോൾ എംപറർ, എന്ത് എംപററുടെ കിരീടമോ? നീ എന്താണ് പറയുന്നത്? നീ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഇതിനെന്തെങ്കിലുമൊക്കെ തെളിവുണ്ടോ? അപ്പോൾ റോളൻഡ് അദ്ദേഹത്തിൻ്റെ കാമുകി തന്നെ അങ്ങയോട് തെളിച്ച് പറയും. സ്വന്തം ഭാര്യയോട് പറയുന്നതിന് മുൻപേ രഹസ്യ കാമുകിയോട് എല്ലാം പറഞ്ഞിരിക്കും. ഇപ്പം തെരേസ ഇങ്ങനെ വരും. തെരേസയാണ് കൗണ്ട് ഓഡോയുടെ രഹസ്യ കാമുകി. അവളും കണ്ടത് ഇപ്പോൾ എംപറർ ചാർലസ് ഇങ്ങനെ കത്തും. ഈ സ്ത്രീയുടെ വാക്കുകൾ എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്? അപ്പോൾ റോളൻഡ്, കാരണം ഇവളെൻ്റെ സഹോദരിയാണ്. ആട്ടെ പാവി, ഇത്രയും ദിവസമായിട്ട് റോളൻഡ് സ്വന്തം സഹോദരിയുടെ കൂടെയാണെന്ന് തോന്നുന്നു റൊമാൻറ്റിക് ആയിട്ടിരുന്നത്. തെരേസയും ഇതെല്ലാം ശരിയാണെന്ന് പറയും. ഇപ്പോൾ എംപറർ ചാർലസ്, അപ്പോൾ കൗണ്ട് ഓഡോ എന്നെ അട്ടിമറിച്ച് അവനൊരു എംപറർ ആവണമെന്നാണ് അയാളുടെ ആഗ്രഹം അല്ലേ? അതെ അതെ, നീ എപ്പോഴും അയാളുടെ കൂടെ തന്നെ നിൽക്കണം. അട്ടിമറി സാധ്യത തോന്നിയാൽ അതപ്പം തന്നെ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരെയും അങ്ങനെ അയച്ചിടും. ഇപ്പം എംപറർ ചാർലസിന് നന്നായിട്ട് ദേഷ്യവും സങ്കടമൊക്കെ വരും. എന്താണെന്ന് വെച്ചാൽ കൗണ്ട് ഓഡോയുടെ മേലെ അത്രയും വിശ്വാസമാണ് എംപററിന്. ഈ കാര്യങ്ങളൊന്നും അറിയാത്ത കൗണ്ട് ഓഡോ റോളോയോട്, അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് നദിയുടെ ഇരുവശത്തുമായി 2 കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. നദിയിലൂടെ വരുന്ന കപ്പലുകളെ തടയാനായിട്ട് ഇരുമ്പ് ചങ്ങലകളും അവസാനം ഇട്ടു. അപ്പോൾ കൗണ്ട് ഓഡോ, എന്നാലും ചങ്ങലകളുടെ അടുത്ത് എപ്പോഴും കുറച്ച് കപ്പലുകൾ ഉണ്ടാവണം. അപ്പോൾ കൗണ്ട് ഓഡോ, അവർക്ക് ഇതെല്ലാം മറികടന്ന് വരാനായിട്ട് പറ്റുമോ? പാരീസ് നഷ്ടമായാൽ നമുക്കെല്ലാം നഷ്ടമാകും. അപ്പോൾ റോളോ, എനിക്കറിയുന്നത് പോലെ എൻ്റെ ആളുകളെ നിങ്ങൾക്കറിയില്ലല്ലോ. അവർക്ക് തടസ്സമായിട്ട് ഒന്നുമില്ല. ഏത് തടസ്സവും അവർ മറികടക്കും. എൻ്റെ സഹോദരൻ തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം മാറും എന്ന് പറയും. എവിടെ റാഗ്നർ അദ്ദേഹത്തിൻ്റെ വേറൊരു വീട്ടിൽ യുഡുവിനോട് അവളോടിങ്ങനെ ചോദിക്കും, നിൻ്റെ രാജ്യത്തിൻ്റെ പേരെന്താണ്? ചൈന. ഭരിക്കുന്നത് ആരാണ്? എംപറർ ഡിസൂഷങ്ക. ശരി, നിൻ്റെ അച്ഛനെ പറ്റി പറ. എൻ്റെ അച്ഛനൊരു വ്യാപാരിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് മര്യാദ കൊടുക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് കപ്പലുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ റാഗ്നർ ഈഡുടെ അടുത്ത് നിൽക്കുമ്പോൾ റാഗ്നറിന് എന്തൊക്കെയോ വ്യത്യാസമായിട്ടുള്ള ഉണർവുകളൊക്കെ വരും. തൻ്റെ രഹസ്യങ്ങളൊക്കെ അവളോട് ഇങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് പറയും. അപ്പോൾ ഈഡു, അതെല്ലാം എന്നോട് പറഞ്ഞോളൂ എന്ന് പറയും. പക്ഷേ എന്നാൽ റാഗ്നർ ആണെങ്കിൽ ഒന്നും പറയില്ല. ശരി, നീ എനിക്ക് തന്നില്ല ആ മരുന്ന്, എനിക്ക് താ എന്ന് പറയും. അതായത് ഇതിനു മുൻപ് വെറ്റില പോലെ എന്തോ ഉണ്ടാക്കി കൊടുത്തില്ല ആ ബീഡ, അത് തന്നെ. റാഗ്നർ ഇപ്പോൾ അതിന് ലഹരിയായിട്ട് അതിൻ്റെ അടിമയായെന്ന് തോന്നുന്നു. ഇതെല്ലാം അവളും ഇങ്ങനെ ഒരു മാറി നോക്കും. കാത്തഗട്ടിൽ ഉള്ള കിങ് ഹെറോൾഡ്, ബിയാൻ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? അപ്പോൾ ബിയാൻ,
നിങ്ങളെ വിശ്വസിക്കാൻ എനിക്ക് കാരണമൊന്നുമില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പ ഹെറോൾഡ്, ഒരിക്കലും ഞാൻ എന്നെ കൊല്ലാൻ ഒരു കാരണവും ഞാൻ നിങ്ങൾക്ക് തരില്ല. അപ്പ ബ്യാൻ, അത് നിങ്ങൾ പറയണ്ട. ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്ന കാരണങ്ങൾ ആയിരിക്കാം എനിക്ക് തോന്നുന്നത്. അപ്പ ഹെറോൾഡ്, പക്ഷെ നിലവിൽ നമ്മൾ സുഹൃത്തുക്കളാണ്. നമ്മൾ ഒരുമിച്ച് പാരീസിലേക്ക് പോകുന്നു. നിങ്ങൾക്കും റാഗ്നർക്കും സൈന്യവും കപ്പലുകളും ആവശ്യമുണ്ട്. ഇനിയും എനിക്ക് പാരീസിനായി കാക്കാനായിട്ട് വയ്യ ബ്യാൻ. ആ ക്രിസ്ത്യാനി കീടങ്ങളെ നമ്മൾ വേരോടുകൂടി പിഴുതെറിയണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്യാൻ അങ്ങനെ ഒന്നും മിണ്ടാതെ അങ്ങനെ എണീറ്റ് പോകും. തുടക്കത്തിൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഒരസലായി. എവിടെ വെക്സസിൽ കിങ് ഏല തിരിച്ചു പോവാണ്. കിങ് ഏലയും കിങ് എഗ്ബത്തും തീരുമാനിച്ചു കഴിഞ്ഞു. ഇവർ രണ്ടുപേരുടെ സൈന്യവും ചേർന്ന് മേഴ്സിയെ പിടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. കിങ് ഏല അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മോള് ജൂഡിറ്റിനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഉപദേശിക്കും. അപ്പോൾ ജൂഡിറ്റ്, എൻ്റെ മനസാക്ഷിക്ക് വില കൽപ്പിക്കുന്നത് പോലെ അച്ഛൻ്റെ വാക്കുകൾക്ക് ഞാൻ വലിയ വില കൽപ്പിക്കുന്നുണ്ട്. എന്നോട് അച്ഛൻ സന്തോഷം തരുന്ന രീതിയിൽ തുല്യമായിട്ട് സംസാരിക്കൂ എന്ന് പറയും. അപ്പം കിങ് ഏല, ഇവള് നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ ദുർബലരാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പോകും. കിങ് എഗ്ബത്തിനോട് ക്യൂൻ കുന്തിനത്ത്, നിങ്ങളെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ എനിക്ക് തന്ന വാക്ക് പാലിക്കുമോ എന്ന് എനിക്കറിയണം. അതിൽ എന്താണ് സംശയം? ഞാനത് വ്യക്തമായും പരസ്യമായും എല്ലാവരുടെ മുന്നിലും വെച്ചും പറഞ്ഞതല്ലേ, അത് നീ കേട്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. ക്യൂൻ കുന്തിനത്തിനാണെങ്കിൽ കിങ് എഗ്ബത്തിൻ്റെ മേലെ ഒട്ടും വിശ്വാസമില്ല. ഇപ്പം കിങ് എഗ്ബത്ത് നേരെ പള്ളിയിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കും. ലോർഡ്, ഞാനൊരു പാവിയാണെന്ന് എനിക്കറിയാം. എൻ്റെ പാവങ്ങൾ ദുർമാർഗവും കപടവും നിറഞ്ഞതാണ്. അതൊരിക്കലും പൊറുക്കപ്പെടില്ല എന്ന് എനിക്കറിയാം. എന്നെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പുറത്താക്കപ്പെട്ടിരിക്കുന്ന മാലാഖമാരെ പോലെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മരണാന്തരം നരകത്തിലെ തീ നാളെ ഞാൻ നേരിടാൻ തയ്യാറാവണം. ഒന്നാലോചിച്ച് നോക്കൂ ദൈവമേ, എനിക്ക് ആ സാഹചര്യത്തെ നേടാൻ കഴിയുമോ? രാത്രിയുടെ ഇരുട്ടിലെ നിങ്ങളുടെ വെളിച്ചത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ഞാൻ വരുന്നത് സ്വപ്നം കാണുന്നില്ല. ഞാനും മറ്റുള്ളവരെ പോലെ ഒരു മനുഷ്യനല്ലേ. എന്നിരുന്നാലും എൻ്റെ ജീവിത ലക്ഷ്യം നേടിയെടുക്കാൻ എന്നെ സഹായിക്കരുത്. പിശാചാണെങ്കിൽ ഞാൻ അവനെ പിന്തുടരുക തന്നെ ചെയ്യും. അങ്ങയുടെ രാജ്യം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ ലോകത്തല്ല, പക്ഷെ എൻ്റെ രാജ്യം എവിടെയാണ്? അത് കാരണം കൊണ്ട് എനിക്ക് മറ്റാരുടെയും സഹായം പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള മെഴുകുതിരിയിൽ ഇങ്ങനെ സത്യം ചെയ്യും. അതായത് കിങ് എഗ്ബത്ത് എന്തൊരു വലിയൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഇപ്പം കാത്തഘട്ടിലേക്ക് കിങ് ഹെറോൾഡിൻ്റെ സഹോദരൻ കുറേ കപ്പലുകളും കുറേ പോരാളികളും ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. തൻ്റെ സഹോദരൻ റാഗ്നറിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇതാണ് എൻ്റെ സഹോദരൻ ഹാവ്ഡൻ എന്ന് പറയും. ഇതാണ് പ്രശസ്തനായ കിങ് റാഗ്നർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പക്ഷേ റാഗ്നർ ആണെങ്കിൽ ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കില്ല. ഇപ്പം ഹാവ്ഡൻ ചോദിക്കും, നമ്മളെപ്പോഴാണ് പാരീസിലേക്ക് പോകുന്നത്? എന്താണ് യുദ്ധം ചെയ്യാൻ കൊതിയാവുന്നോ? അത് വെറും യുദ്ധം ചെയ്യാൻ മാത്രമല്ല, പാരീസിൻ്റെ മനോഹരതയ്ക്കും വേണ്ടിയാണ്. എനിക്ക് ക്രിസ്ത്യാനികളെ വെറുപ്പാണ്. ഓടിൻ്റെ നാമത്തിൽ എനിക്ക് അവരെല്ലാവരെയും കൊല്ലണം. അപ്പ റാഗ്നർ, നമ്മൾ പാരീസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗം ക്രിസ്ത്യാനികളെ നിനക്ക് കൊല്ലാൻ ഭാഗ്യമുണ്ടാവും എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ റാഗ്നറിൻ്റെ വായിൽ നന്നായിട്ട് ഇങ്ങനെ ചുവന്നിട്ടുണ്ട്. റാഗ്നർ ആ വെറ്റിലേക്ക് അടിമയാണെന്ന് തോന്നുന്നു. റാഗ്നർ ഇങ്ങനെയുള്ള മനോഭാവം കാണുന്ന ഹാവ്ഡൻ ഇദ്ദേഹം എന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കും. അതേ ദിവസം രാത്രിയിൽ എല്ലാവരും കൂടെ ആഘോഷിച്ചിങ്ങനെ അത്താഴം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിങ് റാഗ്നറും പിന്നെ ആ ഈഡു എന്ന് പറയുന്ന ആ പെണ്ണ്, ഇവർ രണ്ടുപേരും കൂടെ ഒരു വീടിൻ്റെ ഇങ്ങനെ മുകളിൽ കൂരയിൽ പോയിട്ട് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഒളിഞ്ഞു നോക്കും. ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ റാഗ്നർ കിടക്കും. അപ്പം അവൾ ചോദിക്കും, അപ്പം പറയും, എനിക്ക് ചെറുപ്പത്തിൽ നല്ല ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ നാടുകളിലും പോയിട്ട് എല്ലാം കൈപ്പറ്റണമെന്ന്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പ്രായമായതുപോലെ ഉണ്ട്. ചെറുപ്പത്തിൽ വിജയം എനിക്കൊരു ആവേശമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ പ്രായത്തിൽ എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് അകലെയുള്ളൊരു കിങ് ആയിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. എന്നെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുത്താനായി ഞാൻ അവരെ അവിടെ ഉപേക്ഷിച്ചു. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയ ഉടൻ തന്നെ അവരെല്ലാവരും കൊല്ലപ്പെട്ടു. അതിൻ്റെ കുറ്റബോധം എന്നെ ജീവിതകാലം മൊത്തം പിന്തുടരുന്നുണ്ട്. ഇത് മറ്റാർക്കും അറിയില്ല. അതായത് ഇതിനു മുൻപ് വെക്സസിൽ ജനങ്ങളിങ്ങനെ കുടിയേറാനായിട്ട് പോയില്ലേ, അവരെല്ലാവരെയും കിങ് എഗ്ബത്തെ എത്തൽ വുൾഫിനെ വെച്ച് കൊന്നില്ലേ. ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഈ കാര്യങ്ങളാണെങ്കിൽ റാഗ്നറിനും ഫ്ലോക്കിക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ. ഇപ്പോൾ ഇവൾക്കും അറിയാം. ഇപ്പോൾ ഈഡു പറയും, എൻ്റെ അച്ഛനും ഒരു എംപററാണ്, അതും ചൈനയുടെ എന്ന് പറയും. ഇപ്പോൾ ഗ്രേറ്റ് ഹാളിലേക്ക് ഫ്ലോക്കിയും ഹെൽഗയും കൂടെ ഇങ്ങനെ വരും. ഇപ്പോൾ ഇവരെ കാണുന്ന അവിടെയുള്ള എല്ലാവരും നിശബ്ദരാകും. ഇപ്പോൾ ഇത് കാണുന്ന കിങ് ഹെറോൾഡിൻ്റെ സഹോദരൻ ഇതാരാണെന്ന് ചോദിക്കും. ഇതാണ് ഫ്ലോക്കി, കപ്പൽ നിർമ്മാതാവ്. എന്തോ ഒരു കാരണം കൊണ്ട് ഇവരോട് ആരും സംസാരിക്കുന്നില്ല. ഇപ്പോൾ രണ്ട് സഹോദരന്മാരും ഫ്ലോക്കിയെ വിളിച്ചിങ്ങനെ അടുത്തിരുത്തും. എന്നിട്ട് അവരെ തന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തും. ഹാവ്ഡൻ, നിങ്ങളാണ് നമ്മുടെ ലോകത്തെ മാറ്റിമറിച്ച് കപ്പലുകളെല്ലാം നിർമ്മിച്ച് റാഗ്നറിനെ പ്രശസ്തിയെല്ലാം നേടിക്കൊടുത്ത ആ മഹാൻ.
എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലൊരു മനുഷ്യനായിട്ട് റാഗ്നർ തെറ്റിയത്? അപ്പോൾ ഫ്ലോക്കി, കാരണം ഞാൻ അവൻ്റെ സ്നേഹിതനായിട്ടുള്ള ക്രിസ്ത്യൻ സുഹൃത്തിനെ കൊന്നതുകൊണ്ട്. അപ്പോൾ ഫ്ലോക്കിയെ നോക്കിയിട്ട് ഹെൽഗ, ഫ്ലോക്കി മിണ്ടാതിരിക്കുക. അപ്പോൾ ഫ്ലോക്കിയും നല്ലൊരു സുഹൃത്ത് ബന്ധത്തിനായി നമുക്കിങ്ങനെ കുടിക്കാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ മദ്യപിക്കും. അടുത്ത ദിവസം രാവിലെ റാഗ്നറും പിന്നെ ആ ചൈനക്കാരിയായിട്ടുള്ള ഈഡു അവളുടെ കൂടെ ഇങ്ങനെ റൊമാൻറ്റിക് ആവും. ഇവിടെ ക്യൂൻ ആസ്ലോഗിൻ്റെ അവസാനത്തെ മകൻ ഐവർ ഫ്ലോക്കിയുടെ ഉത്തരവാദിത്വത്തിലാണ് ഉള്ളത്. ഫ്ലോക്കി ഇങ്ങനെ ഐവർക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. അവിടെ കുറേ കുട്ടികൾ ഇങ്ങനെ പന്ത് വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഐവർ ആ കുട്ടികളെ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഐവർ ഇങ്ങനെ നോക്കുന്നത് ആസ്ലോഗും ഇങ്ങനെ നോക്കും. ഐവർ, നിനക്കും അവർക്കൊപ്പം കളിക്കണോ? പക്ഷെ ഫ്ലോക്കി അതുപോലൊന്നും ചോദിക്കില്ല. ഐവറിനെ എടുത്തിട്ട് അങ്ങനെ ഐവറിൻ്റെ ഉന്തുവണ്ടിയിൽ വെച്ചിട്ട് ആ കുട്ടികളുടെ ഇടയിൽ വിടും. ഐവറും ആ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കും. എൻ്റെ കയ്യിലും പന്ത് വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിക്കും. എൻ്റെ കയ്യിൽ പന്ത് എന്ന് പറഞ്ഞിങ്ങനെ പറയും. പക്ഷെ ഐവറിനെ ആണെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല, ആരും കൊടുക്കില്ല. പക്ഷെ ഇതെല്ലാം ഫ്ലോക്കി കണ്ടിട്ട് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് പന്ത് വാങ്ങിച്ചിട്ട് അങ്ങനെ ഐവറിൻ്റെ കയ്യിൽ കൊടുക്കും. ഇപ്പോൾ അവിടെയുള്ളൊരു ചെറിയ കുട്ടി ഐവറിൻ്റെ കയ്യിൽ നിന്ന് ആ പന്ത് വാങ്ങാനായിട്ട് നോക്കും. ഇപ്പോൾ ആ പന്തിന് വേണ്ടി രണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയാവും. ഇപ്പോൾ ഐവറിനെ ദേഷ്യം വന്ന് അവൻ്റെ വണ്ടിയിൽ തന്നെ ഒരു കോടാലിയുണ്ട്. ആ കോടാലി എടുത്ത് ആ ചെറിയ കുട്ടിയുടെ തലയിൽ തന്നെ വെട്ടും. അപ്പോൾ തന്നെ ആ ചെറിയ കുട്ടി അവിടെ തന്നെ അങ്ങനെ മരിക്കും. ഐവറാണെങ്കിൽ ദേഷ്യമെന്ന് അറിയാതെയാണ് ഇങ്ങനെ ചെയ്തത്. ഐവർ ഇങ്ങനെ പേടിച്ചിട്ട് കാത്തും. അപ്പോൾ പെട്ടെന്ന് ആസ്ലോഗ് വന്ന്, പേടിക്കണ്ട മോൻ, ഇത് മോൻ്റെ തെറ്റൊന്നുമല്ല എന്ന് പറഞ്ഞിങ്ങനെ സമാധാനപ്പെടുത്തും. ഇത് കാണുന്ന ഫ്ലോക്കി ഇങ്ങനെ ആവേശത്തോടു കൂടി ഇങ്ങനെ ഐവറിനെ നോക്കും. ഫ്ലോക്കി എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്ന് പറഞ്ഞ് ഹെൽക്കി ഇങ്ങനെ നോക്കും. ബിയാണിനെ കൊല്ലാൻ വേണ്ടി വന്ന ആ മനുഷ്യൻ്റെ കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നല്ലേ, ആ മോതിരം ബിയാൺ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ മോതിരത്തിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അവിടേക്ക് ടോർവി വരും. ടോർവി ഇത് കണ്ടിട്ട് ഇതെന്താണെന്ന് ചോദിക്കും. ഞാനിത് ഒരാളുടെ കയ്യിൽ നിന്ന് എടുത്തതാണെന്ന് പറയും. എന്താണെന്ന് എനിക്ക് പരിചയമുണ്ടോ? അപ്പോൾ ടോർവി, എനിക്ക് നിങ്ങളോട് വളരെ അടുപ്പം തോന്നുന്ന ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നിങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നപ്പോൾ. പക്ഷെ നിങ്ങളിപ്പോൾ എന്നോട് സംസാരിക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ അവിടെ നിന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? എന്തിനാണ് നിങ്ങൾ എൻ്റെ കുഞ്ഞിൽ നിന്ന് അകറ്റിയത് എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ബിയാൻ അവളുടെ അടുത്ത് പോയിട്ട് അവളെങ്ങനെ സമാധാനപ്പെടുത്തും. ഇപ്പോൾ അവളെ പറയും, ഇത് അർലൻഡറിൻ്റെ മോതിരമാണ്, അവൻ്റെ അച്ഛൻ കിങ് ഹോറിക്ക് നൽകിയതാണ് എന്ന് പറയും. കുറേ നേരമായിട്ട് ബിയാൻ ഈ മോതിരം ആരുടെയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബിയാനും മനസ്സിലായി ഈ മോതിരം ആരുടെയാണെന്ന് പറഞ്ഞ്. ഇവിടെ ഹിഡേബിലുള്ള ലഗാത്തയ്ക്കും കാൾഫിനും വിവാഹം നടക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ ലഗാത്ത വിവാഹത്തിനായി സമ്മതിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ലഗാത്ത കല്യാണ വസ്ത്രമൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ വസ്ത്രമൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ലഗാത്തയെ കണ്ട് കാൾഫ്, ഇതുപോലെ തന്നെയാണ് എൻ്റെ സങ്കല്പത്തിലെ നിമിഷങ്ങൾ. ഞാൻ ഈ നിമിഷം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കില്ല എവിടെയാണെങ്കിലും എന്ന് പറഞ്ഞ് ലഗാത്തയെ ഇങ്ങനെ ഉമ്മ വയ്ക്കും. ഇപ്പം മെല്ലെ ലഗാത്തൊരു കത്തിയെടുത്ത് കാൾഫിൻ്റെ വയറിൽ തന്നെ കുത്തി ഇറക്കും. എന്നിട്ട് അവസാനമായിട്ട് കാൾഫിനൊരു ഉമ്മ കൂടെ കൊടുക്കും. കാൾഫും അവിടെ തന്നെ അങ്ങനെ മരിച്ചു വീഴും. ഇപ്പോൾ ഈ വിവാഹത്തിനാണെങ്കിൽ അവിടെയുള്ള കുറേ ജനങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ അവരെല്ലാവരുടെ മുന്നിലും കൂടെ ലഗാത്ത് ഇങ്ങനെ ചോരക്കറയായിട്ട് ഇങ്ങനെ നടന്നു വരും. എല്ലാവരുടെ അടുത്തും പറയും കാൾഫ് മരിച്ചുവെന്ന്. ഇപ്പോൾ അവിടെയുള്ള സ്ത്രീകളായിട്ടുള്ള എല്ലാവരും ഇൻസ്റ്റൻറ്റ് നീനാർ വാഴട്ടെ എന്ന് പറഞ്ഞിങ്ങനെ പറയും. ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലഗാത്തയുടെ കുടുംബ പേരാണ്. ഇപ്പോൾ ഹിഡേബിലുള്ള പൊതുജനങ്ങൾ എല്ലാവരും ലഗാത്തയെ തന്നെ പിന്തുണയ്ക്കും. ലഗാത്ത ഇതിനു മുൻപ് തന്നെ കാൾഫിനോട് പറഞ്ഞതാണ്, ഞാൻ എന്തായാലും നിന്നെ കൊല്ലുമെന്ന്. ലഗാത്ത പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഇതെല്ലാം ഇപ്പോൾ എർലിൻഡറും കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡും കഴിയുന്നു. ലഗാത്തയുടെ കുതന്ത്രമൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇനി ഒരുപാട് കാണാനുണ്ട്. റാഗ്നർ ആണെങ്കിൽ തനിക്ക് വയസ്സായെന്ന് പറയുന്നു. ബിയാൺ ആണെങ്കിൽ നന്നായിട്ട് ശക്തനായി കഴിഞ്ഞു. കിങ് എഗ്ബത്ത് എന്തൊരു വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പാരസിനെ പ്രതിരോധിക്കാനായിട്ട് റോളോയും ഉണ്ട്. ഫ്ലോക്കി ആണെങ്കിൽ ഐവറിനിങ്ങനെ പുതുതായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഐവറിനിങ്ങനെ ശക്തനാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ചെറിയ കൂട്ടിനെ. പിന്നെ അതുമല്ലാതെ കിങ് ഹെറോൾഡും പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനും ഇവരുടെ കൂടെ ചേരാനായിട്ട് വന്നിട്ടുണ്ട്. റാഗ്നർ ഇനി അടുത്തത് വെക്സസിലേക്ക് പോകുമോ അതോ പാരീസിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നോക്കാം.